പെട്രോളിൻ്റെ വില വർധനവ് ലോകത്തിലെ നിരവധി രാജ്യങ്ങളിൽ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇന്ത്യയിൽ മാത്രമാണ് താരതമ്യേന കുറവ് റേറ്റ് ഇപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏത് നിമിഷം വേണമെങ്കിലും മാറ്റം സംഭവിക്കാം. കാരണം പശ്ചിമേഷ്യൻ സംഘർഷം ആ രീതിയിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം രാജ്യങ്ങളിൽ വിലവർധനവുണ്ടായിട്ടും ഇന്ത്യ എങ്ങനെയാണ് ഇപ്പോഴും പഴയ റേറ്റിൽ തന്നെ ഏതാണ്ട് പിടിച്ചു നിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്? ഇത് ഏത് രീതിയിലെങ്കിലും അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ടല്ലോ. ലോകത്തിൽ 95 രാജ്യങ്ങളിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും റീറ്റെയിൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വലിയ സമ്പദ്ഘടനകളെല്ലാം തന്നെ, അതായത് അമേരിക്ക, ചൈന, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ സമ്പദ്ഘടനകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ, നല്ല രീതിയിൽ റീറ്റെയിൽ ഫ്യൂവൽ പ്രൈസുകൾ, അമേരിക്കയിൽ ഗ്യാസോലിൻ എന്നാണ് പെട്രോളിന് പറയുന്നത്, ഗ്യാസോലിൻ ഡീസൽ പ്രൈസുകൾ വർദ്ധിച്ചു. അത് യൂറോപ്പിലും യൂറോപ്യൻ യൂണിയനിലും ആ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയാണ് ലോകത്തെ വലിയ സമ്പദ് വ്യവസ്ഥകളിലെ ഈ ഡീസൽ പെട്രോൾ റീറ്റെയിൽ പ്രൈസ് വർദ്ധിപ്പിക്കാത്ത ഏക സമ്പദ്ഘടന. ഇതെങ്ങനെ സാധിക്കുന്നു? ഇത് എത്ര നാൾ ഈ രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് ഇപ്പോഴത്തെ സർക്കാരിന് കൊടുത്തേ പറ്റും. കാരണം അതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നാളുകളായിട്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു സമയത്ത് ഇപ്പോൾ ഒരു 2-3 കൊല്ലം മുമ്പെടുത്താൽ അന്ന് നിലനിന്നിരുന്ന റീറ്റെയിൽ പെട്രോൾ പ്രൈസും അതുപോലെ തന്നെ റീറ്റെയിൽ ഡീസൽ പ്രൈസും താരതമ്യേന ഇന്ത്യയിൽ കൂടുതലായിരുന്നു. കാരണം ഇന്ത്യയിലെ നികുതി, പെട്രോളിനും ഡീസലിനും മേലുള്ള കേന്ദ്ര സംസ്ഥാന നികുതികൾ വലിയ രീതിയിൽ നികുതിയുണ്ട്. അത് പലപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് മാത്രമല്ല അതിന് ഉത്തരവാദി, സംസ്ഥാന ഗവൺമെൻറ്റാണ് യഥാർത്ഥത്തിൽ ആ നികുതിയിലെ ഭൂരിഭാഗവും. അത് ഒരല്പമെങ്കിലും കൂടുതൽ സംസ്ഥാന ഗവൺമെൻറ്റിനാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് വില നേരത്തെ തന്നെ ഈ വിലകൾ കൂടുതലായിരുന്നു. അങ്ങനെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ നികുതി കിട്ടിയിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ഈ ആമുഖമായിട്ട് ഇത് പറഞ്ഞിട്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കാം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു ദിവസം ഏതാണ്ട് 5 മില്യൺ ബാരൽസ് പെർ ഡേ ആണ് ഇന്ത്യയുടെ ഇറക്കുമതി. 5 മില്യണോളം വരും. 5 തീർത്തും വരില്ല, ചിലപ്പോൾ 4-4.5ഒക്കെയാണ്. അതിൽ പകുതിയോളം റഷ്യയിൽ നിന്നാണ്. ഇപ്പം 45% കഴിഞ്ഞ മാസമൊക്കെ റഷ്യയിൽ നിന്ന്, 45-50% അത് വില കുറഞ്ഞ ക്രൂഡ് ഓയിലാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മളെ ഒരു തരത്തിൽ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് സഹായിക്കുന്നുണ്ട്. അതായത് ദൈനംദിനം 2 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് എത്തുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിലെ നമ്മൾ 20% എത്തിലീൻ മിക്സ് ചെയ്തിട്ടാണ് പെട്രോള് വിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന, അതായത് മില്ലറ്റുകളിൽ നിന്നും കരിമ്പിൽ നിന്നും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന എത്തിലീനാണ്. ക്ഷമിക്കണം, എത്തിലീൻ അല്ല, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, എത്തനോൾ. ആ എത്തനോള് മിക്സ് ചെയ്ത പെട്രോളാണ്. 20% എത്തനോള് മിക്സ് ചെയ്താണ്. ആ എത്തനോള് ക്രൂഡ് ഓയിലിനെ അപേക്ഷിച്ച് വിലക്കുറവുള്ളതാണ്. അത് മിക്സ് ചെയ്ത് പെട്രോളും ഡീസലും വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചില താങ്ങുകൾ അല്ലെങ്കിൽ ചില കുഷനിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത് അതിൽ നിന്നുണ്ടാകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ അവർ പറയുന്നത് അവർക്കിപ്പോൾ പ്രതിമാസ നഷ്ടം 30,000 കോടിയുടെ നഷ്ടമുണ്ടെന്നാണ്. അതായത് യുദ്ധം തുടങ്ങുന്നത് ഏപ്രിൽ 28-നാണ്. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, ഇപ്പോൾ 75 ദിവസത്തോളം ആകുന്നു. അതായത് ഒരു 75,000 കോടി രൂപയോളം നഷ്ടം, സഞ്ചിത നഷ്ടം ഇന്ത്യയിലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് സർക്കാർ ഒരു തരത്തിൽ അവരെ സഹായിച്ചിട്ടുമുണ്ട്. അപ്പം നമുക്കിനി വിലകളെ കുറിച്ചും ഇതിൻ്റെ വിശദാംശങ്ങളെ കുറിച്ചും ഒന്ന് ചർച്ച ചെയ്യാം. വിലകൾ, അമേരിക്കയുടെ കാര്യം പറഞ്ഞാൽ, കാരണം പൊതുവിടത്ത് അവൈലബിൾ ആയിട്ടുള്ള രേഖകൾ അനുസരിച്ച് അമേരിക്കയിൽ ഗ്യാസോലിൻ്റെ വില 50%-ഓളം വർദ്ധിച്ചിട്ടുണ്ട്. മാർച്ച് ആദ്യ വാരവും ഇപ്പോൾ മെയ് 2-ാം വാരവും അവിടെ നിലനിൽക്കുന്ന വിലകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ 50%-ലധികം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് ഒരു ഗാലന്
$1.5 വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഒരു ഗ്യാലന് ഉം. $3 ആയിരുന്നിടത്ത് ഇപ്പൊ $4.5 എന്നുള്ള നിലയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഗ്യാസോലിന്റെ വില വർധനവ് 45%, ഡീസലിൻ്റെത് 48% എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് അവിടുത്തെ വിലക്കയറ്റത്തെ വളരെയധികം കൂട്ടിയിട്ടുണ്ട്. അവിടെ 3.8% ഇൻഫ്ലേഷൻ നിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അത് പിന്നെ പണപ്പെരുപ്പം അങ്ങനെ അത്ര ആ രീതിയിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഏറ്റവും കടുത്ത, ഏറ്റവും ഉയർന്ന ഇൻഫ്ലേഷൻ നിരക്കാണ് ഇപ്പോൾ അമേരിക്ക രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി പിന്നെ ഇതിന്റെ ഫലമായിട്ട് അമേരിക്കയിലെ ഉപഭോക്താക്കള് ഉം. ഏതാണ്ട് $24 ബില്യൺ അധികം ഗ്യാസോലിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ് സർക്കാരിന്റെ തന്നെ കണക്ക് പറയുന്നത്. അപ്പോൾ കനത്ത ഒരു വിലവർധനവും അതിന്റെ ഫലമായിട്ട് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പവും, ഇതാണ് അമേരിക്കൻ വിപണിയിൽ ഇപ്പോഴുള്ളത്. ഇനി നമ്മൾ ചൈനയുടെ കാര്യം എടുത്താൽ, ചൈനയിലും ഏതാണ്ട് പിന്നെ നല്ല രീതിയിൽ അവിടെ റീറ്റെയിൽ വിലവർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ മാർച്ച് 2026, അതായത് യുദ്ധം തുടങ്ങിയ ശേഷമുള്ള മാർച്ച് ആദ്യ ആഴ്ചയിൽ ഏപ്രിൽ ഒടുവിലുമായിട്ടുള്ള വിലകൾ കമ്പയർ ചെയ്യുമ്പോൾ പെട്രോള് അഥവാ ഗ്യാസോലിൻ്റെ വില 39% ചൈനയിൽ വർദ്ധിച്ചിരിക്കുന്നതായിട്ടാണ് പൊതുവിടത്തിലുള്ള വിവരങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. മൊത്തത്തിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും രണ്ടിൻ്റെയും കൂടെ വില വർധനവ് കണക്കിലെടുത്താൽ ഏതാണ്ട് 19.3% വില ചൈനയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അമേരിക്കയെ അപേക്ഷിച്ച് ചൈന വിലവർധനവ് കുറച്ചുകൂടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 4 വർഷത്തിൽ ചൈനീസ് വിപണി രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ വിലയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 4 വർഷത്തിനുള്ളിലുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് പെട്രോളിനും ഡീസലിനും ചൈനയിലുള്ളത്. ഇനി യൂറോപ്യൻ യൂണിയന്റെ കാര്യത്തിൽ വന്നാലോ, യൂറോപ്യൻ യൂണിയനിലെ 70%, യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന രാജ്യങ്ങളിൽ 70% വരെ ഈ റീറ്റെയിൽ ഫ്യൂവൽ പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട്. അതും അവിടെയും ഇതിൻ്റെ തൽഫലമായിട്ട് പണപ്പെരുപ്പ് അഥവാ ഇൻഫ്ലേഷൻ്റെ നിരക്ക് നേരത്തെ 1.5% ആയിരുന്നത് 2.5% വർദ്ധിച്ചു. അപ്പോൾ ലോക രാജ്യങ്ങളിൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെയോ അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെയോ ശ്രീലങ്കയുടെയോ ഒന്നും കണക്ക് ഞാൻ പറയുന്നില്ല. കാരണം അത് വെറും അപഹാസ്യമായിട്ടുള്ള ഒരു കണക്കായിരിക്കും. കാരണം അത് അതൊരു പാകിസ്ഥാനിലെ ഇപ്പോൾ ലിറ്ററിന് 400 രൂപയൊക്കെയാണ് പെട്രോളിൻ്റെ വില. അപ്പോൾ നമ്മൾ തൽക്കാലം പാകിസ്ഥാനെ നമ്മളെ തമ്മിൽ താരതമ്യപ്പെടുത്തണ്ട. പാകിസ്ഥാൻ താരതമ്യപ്പെടുത്താവുന്ന ഒരു രാജ്യമല്ല. ബംഗ്ലാദേശും ശ്രീലങ്കയും ഒക്കെ അതുപോലുള്ള രാജ്യമാണ്. അവിടെ ഒന്നും കൃത്യമായിട്ട് ഈ വില വർദ്ധിച്ചു എന്ന് മാത്രമല്ല, പമ്പുകളിൽ ഇതൊന്നും പലപ്പോഴും ഇത് ലഭ്യവുമല്ല. അതായത് ഒരേ സമയം വിലവർധനവും ഷോർട്ടേജും രണ്ടും അവിടെ ഉണ്ട്. പലപ്പോഴും പാകിസ്ഥാന് കടവായിട്ട് സൗദിയൊക്കെയാണ് ഈ ഡീസൽ പിന്നെ ക്രൂഡ് ഓയിൽ കൊടുക്കുന്നത്. പക്ഷെ കടവായിട്ട് കൊടുക്കുന്നതിനും ഒരു പരിധിയുണ്ട്. UAE ഇപ്പോൾ കടം കൊടുക്കാതായി. ഇങ്ങനെ പല കാരണങ്ങളാൽ പിന്നെ ഇതിന് സാന്ദർഭികവശാൽ ഞാൻ മനസ്സിലാക്കുന്നത് UAE-യിലെയും പെട്രോൾ വില നിരക്കുകൾ ഉയർന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ പെട്രോളും ഡീസലും റീറ്റെയിൽ പ്രൈസ് ലോകത്തിൽ ആരോഗ്യകരമായ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് 20% തൊട്ട് 60% വരെ വർദ്ധിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളെ നമ്മൾ കണക്കിലെടുക്കേണ്ട. അവിടെ 100%, 200% ഒക്കെ വില വർദ്ധിച്ച രാജ്യങ്ങളുണ്ട്. നമ്മൾ തൽക്കാലം ആ സമ്പദ്ഘടനകളെ നമ്മളുമായിട്ട് താരതമ്യപ്പെടുത്തണ്ട. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഈ 3 മാസം ഞാൻ പറഞ്ഞല്ലോ, 3 മാസം കൊണ്ട് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഏതാണ്ട് 75,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി കാണണം. സർക്കാർ അതിന് അവർക്ക് ചില ഇളവ്, അതായത് സെൻട്രൽ പിന്നെ കേന്ദ്ര നികുതികൾ പെട്രോളിന് മേലുള്ള എക്സൈസ് ഡ്യൂട്ടിയും അതുപോലെ സെസ്സും ഒക്കെ കുറച്ചിട്ടുണ്ട്. അങ്ങനെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ നഷ്ടം ഒരു പരിധിവരെ അതിനൊരു കുഷനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ആ നഷ്ടം നികത്താൻ ചില നടപടികൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ എത്തനോളിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും കൂടുതൽ എത്തനോൾ പെട്രോളിൽ മിക്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇറക്കുമതി ഒന്ന് കുറയ്ക്കാനോ സഹായിക്കുകയും അതുപോലെ തന്നെ പിന്നെ വിലവർധനവിനെ ഒരു പരിധിവരെ നമുക്ക് തടുത്ത് നിർത്താൻ ഈ ഇഥൈൽ ആൽക്കഹോൾ അഥവാ എത്തനോളിൻ്റെ മിക്സിങ് സഹായിച്ചിട്ടുണ്ട്.
പിന്നെ അടുത്ത അടുത്ത കാര്യം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ ഒരു സിംഗിൾ രാജ്യത്തിൽ നിന്നല്ല ഡീസലും പെട്രോളും വാങ്ങിക്കുന്നത്. ഉം. ഇപ്പോ ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധം, ആ ഉപരോധം തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളിൽ കാരണം ലോകത്തിലെ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ ഏതാണ്ട് 25 തൊട്ട് 30% ഇടയ്ക്ക് ക്രൂഡ് ഓയില് അതുപോലെ LPG-യും കടന്നു പോകുന്നത്, അത് വഹിക്കുന്ന ടാങ്കറുകളാകട്ടെ അതുപോലെ മറ്റ് കണ്ടെയ്നർ ഷിപ്പുകളാകട്ടെ ഒക്കെ കടന്നു പോകുന്നത് ഹോർമുസ് വഴിയാണ്. പക്ഷേ ഇന്ത്യയുടെ ഒരു കാലാകാലങ്ങളിലായിട്ടുള്ള ഇന്ത്യയുടെ ഒരു നീക്കം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ ബാസ്ക്കറ്റ് എന്നാണ് പറയുന്നത്. അതായത് നിരവധി രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. പണ്ട് നമ്മൾ സൗദിയിൽ നിന്നും, സൗദി ആയിരുന്നു നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റ്, അവിടെ നിന്നായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ സോഴ്സ് ചെയ്തിരുന്നത്. അത് ആ കാലമൊക്കെ പോയി. സൗദിയിൽ നിന്ന് ഇപ്പോൾ 15% താഴെയുള്ള ക്രൂഡേ വാങ്ങുന്നു. അപ്പോൾ ഗൾഫിനെ അത്രയധികം നമ്മൾ ആശ്രയിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ ഹോർമുസിലെ ഈ ഉപരോധം ഇന്ത്യയെ അത്രയധികം ബാധിച്ചിട്ടില്ല. പക്ഷെ ബാധിച്ചിട്ടുണ്ട്. സർക്കാർ പിന്നെ എന്താണ് അതിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹോർമുസിൻ്റെ ഉപരോധം കൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ അത് പൊതുവെ ഈ ഓയിൽ പ്രൈസിൻ്റെ വർധനവിനെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നു, വെനിസ്വേലയിൽ നിന്ന് വാങ്ങിക്കുന്നു. ഇങ്ങനെ പല ഡൈവേഴ്സ് സോഴ്സസിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന കാരണം കൂടുതൽ നന്നായിട്ട് വില പേശി കുറഞ്ഞ വിലയ്ക്ക് ഈ ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ ഇന്ത്യക്ക് റീറ്റെയിൽ പ്രൈസ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കൂട്ടാതിരിക്കാൻ പറ്റില്ല. അത് നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ ഈ ഇലക്ഷനൊക്കെ കാരണമായിരിക്കാം സർക്കാർ അത് നീട്ടിവെച്ചത്. പക്ഷെ അതിൻ്റെ ഷോർട്ടേജ് വരാനുള്ള ഒരു സാഹചര്യം തൽക്കാലം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യയുടെ കൈവശമുള്ളത് ഏതാണ്ട് 3 മാസത്തേക്കുള്ള ഉപയോഗത്തിനുള്ള പെട്രോളിയം റിസർവ്സ് ആണ്. ചൈനയുടെ കൈവശം 6 മാസത്തേക്കുള്ള ഉപയോഗത്തിനുള്ള റിസർവ്സ് ഉണ്ട്. പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളുടെ ബുദ്ധിമുട്ട്, അവർക്ക് ഒരു ദിവസത്തേക്ക് പോലുള്ള റിസർവ്സ് ഇല്ല. അവരുടെ കയ്യിൽ ആകെയുള്ള ശേഖരം എന്ന് പറയുന്നത്, ഈ സർക്കാരിന് ശേഖരമൊന്നുമില്ല, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് മാത്രമാണ് ശേഖരം. അത് പാകിസ്ഥാൻ പെട്രോളിയം മന്ത്രി തന്നെ ഈ അടുത്ത കാലത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ത്യയെ പോലൊന്നും റിസർവ്സ് ഒന്നുമില്ല, അങ്ങനെ അത് കാരണം ഞങ്ങൾക്ക് ദൈനംദിനം ആവശ്യത്തിന് ദൈനംദിനം വാങ്ങേണ്ട സ്ഥിതിയാണെന്ന് അവർ തുറന്നു പറഞ്ഞിരുന്നു. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു സ്ഥിതി. വരും ദിവസങ്ങളിൽ കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷനും അതുപോലെ വാഹനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക, ഇതെല്ലാം ചൈന തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയും അങ്ങനെ 2030 ഈ ഹെവി വെഹിക്കിളിൽ അത് കാറുകളിലും ഹെവി വെഹിക്കിളിലും ഒക്കെ നിശ്ചിത ശതമാനം ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കണം എന്നുള്ള നിബന്ധനകളൊക്കെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് അർത്ഥത്തിലും വാക്കിലും അർത്ഥത്തിലും പാലിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യക്കും ഈ വിലക്കയറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.